ഹായ് ഡിയർ ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സദ്യ സ്പെഷ്യൽ വിഭവങ്ങൾ നമ്മൾ ഓരോന്നായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് അവിയലാണ് ഉണ്ടാകാൻ പോകുന്നത്. അവിയലില്ലാതെ എന്ത് സദ്യ അല്ലേ? എങ്കിൽ നമുക്ക് എങ്ങനെയാണ് അവിയൽ ഉണ്ടാക്കുന്നതെന്ന് കാണാം. അവിയലിന് വേണ്ടിയിട്ട് പച്ചക്കറിയിലുള്ള എല്ലാ കഷ്ണങ്ങളും എടുക്കും, എല്ലാത്തരം പച്ചക്കറിയും എടുക്കും. ഞാനിവിടെ എടുത്തിരിക്കുന്നത് പച്ചക്കായ, പയറ്, ക്യാരറ്റ്, വെള്ളരി, മുരിങ്ങാക്കോല് എന്നിവയാണ്. ഇത് ഒരേ രീതിയിൽ കട്ട് ചെയ്തെടുക്കണം, അധികം വലുപ്പം വേണ്ട. ഒരു പാനിൽ പച്ചക്കായും പയറും ക്യാരറ്റും വെള്ളരിയും മുരിങ്ങാക്കോലും ഒക്കെ ഇട്ടിട്ട് ഞാൻ ശ്രദ്ധിച്ചോ, മുരിങ്ങാക്കോല് നെടുകെ പിളർന്നിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി, വെളിച്ചെണ്ണ എന്നിവ ചേർത്തിട്ട് ഇത് കൈകൊണ്ട് തിരുമ്മി യോജിപ്പിക്കണം. മഞ്ഞൾപ്പൊടിയും ഉപ്പും എല്ലാം കഷ്ണങ്ങളിലെ എല്ലാ ഭാഗത്തും ചേരാൻ വേണ്ടിയാണ് കൈകൊണ്ടൊന്ന് തിരുമ്മി കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിക്കുന്നത് കഷ്ണം വെന്ത് വരുമ്പോൾ പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയാണ്. അതിനുശേഷം നമുക്ക് ഈ കഷ്ണങ്ങൾ മുങ്ങിക്കിടക്കത്തക്ക വിധം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഈ മുങ്ങിക്കിടക്കുന്ന അത്രയും മാത്രം മതി വെള്ളം. ചേന എടുത്തിട്ടില്ല ഞാൻ. ചേന എടുക്കുകയാണെങ്കിൽ ആദ്യം ചേന വേവിച്ചതിന് ശേഷമാണ് ബാക്കിയുള്ള പച്ചക്കറികൾ ഇടാൻ പാടുള്ളൂ. ചേനയ്ക്ക് ഇത്തിരി വേവുണ്ടല്ലോ, അപ്പോൾ അന്നേരം ഉപ്പിടരുത്. ബാക്കിയുള്ള കഷ്ണങ്ങൾ ഇടുമ്പോൾ ഉപ്പിടുക. ഇനി ഞാൻ കുറച്ച് തൈര് മിക്സിയിൽ നിന്ന് ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. അതേ ജാറിലേക്ക് കുറച്ച് തേങ്ങ, 5-6 ചെറിയുള്ളി, കുറച്ച് പച്ചമുളക്. ഈ പച്ചമുളക് വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. കാന്താരി മുളകും ഉണ്ടമുളകും, പിന്നെ ജീരകം, 2-3 ഇല കറിവേപ്പില, മഞ്ഞൾപ്പൊടി, കല്ലുപ്പ്, ഒരു 3-4 കട്ട കല്ലുപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് മിക്സിയിൽ നിന്നൊന്ന് അരച്ചെടുക്കുക. അധികം അരഞ്ഞു പോവരുത്, അതുപോലെ അരയാതെ നിൽക്കരുത്. ഇതാ നമ്മുടെ പച്ചക്കറികളൊക്കെ വെള്ളമൊക്കെ വറ്റി നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. കണ്ടോ, കഷ്ണങ്ങളൊന്നും പൊട്ടിപ്പോയിട്ടില്ല. മുരിങ്ങാക്കോലും ക്യാരറ്റും ഒക്കെ അതുപോലെ തന്നെ ഉണ്ട്. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പ് ഇട്ട് കൊടുക്കുക. ഇത് ചെറിയ തീയിലാണ് ഇപ്പോൾ ഉള്ളത്. ചിലരൊക്കെ അവിയലുണ്ടാക്കുമ്പോൾ ഈ അരപ്പ് തൈരിലേക്ക് മിക്സ് ചെയ്തിട്ട് അതിൽ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാറാണ് പതിവ്. ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ആ തേങ്ങ ഒന്ന് ചൂടാവണം. എല്ലാ കഷ്ണത്തിലും തേങ്ങ പുരണ്ട് വരുന്നത് പോലെ ഇളക്കി ഒന്ന് അമർത്തി വെച്ച് മൂടി വെക്കുക. അതിന് ശേഷം കഷ്ണങ്ങൾ നന്നായി ചൂടാറിയതിന് ശേഷം മാത്രമാണ് ബാക്കിയുള്ള ചേരുവകൾ നമ്മൾ ചേർക്കാൻ പാടുള്ളൂ. കഷ്ണം നന്നായിട്ട് തണിയണം, അതിന് വെയിറ്റ് ചെയ്യുക. ഇതാ കഷ്ണങ്ങളെല്ലാം തണിഞ്ഞു. ഇനി നമുക്ക് ഉടച്ച് വെച്ച തൈര് ചേർത്ത് കൊടുക്കാം. മുഴുവനും ഒരുമിച്ച് ഒഴിക്കണ്ട. ഇതിൻ്റെ ഗ്രേവി ഒന്ന് തിക്കായിട്ട് കിട്ടുന്നതാണ് നല്ലത്. ചിലർ ഡ്രൈ ആയിട്ട് എടുക്കും. ഞാൻ ഈ ഒരു തിക്നെസ്സിലാണ് ഞാൻ ഗ്രേവി ഉപയോഗിക്കാറ്. അവസാനം കുറച്ച് ശുദ്ധമായ വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഒഴിച്ചു കൊടുത്ത് വീണ്ടും ഒന്ന് മിക്സാക്കി. ഈ ഒരു താളിപ്പിലാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഇരിക്കുന്നത്. ഇതിൽ കടുക് വറുത്തൊന്നും താളിക്കാറില്ല. എല്ലാവരും ഒന്ന് ഈ ഒരു രീതിയിൽ അവിയലൊന്ന് ഉണ്ടാക്കി നോക്കൂ. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കണേ.